ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം സ്പൈസി ഒന്നും അല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലൊരു 1.5 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ എരിവ് മാത്രമാണ് ഇതിനുള്ളത്. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്, മെയിൻ മസാല, ഈ ബീഫിലേക്കുള്ള മെയിൻ മസാല. പിന്നെ ഇതിലേക്ക് നമ്മളൊരു തുള്ളി വെള്ളം മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മളൊരു പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ബീഫിലേക്കുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. കണ്ടോ, കുറച്ച് വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊരു സമാധാനത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അപ്പോൾ അത്ര മതി. ഇനി നമ്മൾ ഇതിലേക്കുള്ള ബിസ്ത് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബിസ്തയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത ബിസ്ത കുറച്ച് അധികമായിരുന്നു. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കുറച്ച് ഇതിലേക്കാളും കുറച്ച് കുറവ് ചേർത്താൽ മതിയാവും. ഇനി നമ്മൾ ഇതിലേക്കുള്ള ചോറ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ കുക്കറിലാണ് നമ്മൾ ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്കുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അത് പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അരി ഇട്ടുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത്. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ചോറ് നന്നായിട്ട് കിട്ടാനുള്ളൊരു സ്റ്റെപ്പാണിത്. അപ്പോൾ അരി നന്നായിട്ട് വറുത്തതിന് ശേഷം മാത്രം നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് 3.5 ഗ്ലാസ് അരിയാണ്, ചോറാണ്. അപ്പോൾ അതിലേക്ക് ഒരു 7 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വറുക്കുന്നതുകൊണ്ട് നല്ല അരി നല്ല വിട്ട് വരും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചോറിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫിലേക്കും ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഈ മസാല ഉണ്ടാക്കുമ്പോഴും ചേർക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ലെവൽ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മളിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അത് കുരു കളഞ്ഞിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതൊരു വിസിൽ വേവിക്കാം. ഇനി നമ്മളിതിലേക്കുള്ള മസാല, സിമ്പിൾ മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6 സവാളോളം നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇനി സവാള നന്നായിട്ട് വഴറ്റി കിട്ടണം. നല്ല പോലെ വഴഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ. ഇനി നമ്മളിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വാടി കിട്ടാനുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആവണം, അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിത് ജിഞ്ചർ ഗാർലിക് ചില്ലി പെപ്പർ പേസ്റ്റാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കുരുമുളകും ചേർത്ത് അരച്ചെടുത്ത നമ്മുടെ പേസ്റ്റ് കൂടി ചേർത്തിട്ട് ഇതിലോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒരു 4 തക്കാളിയോളം എടുത്തിട്ട് 4 വലിയ തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട്
വഴന്ന് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. വെറും ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് നമ്മൾ നേരത്തെ ചേർത്ത കാരണം ഇപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഗരം മസാലയും പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. ഇത് ഈ 2 മസാലകളാണ് ഇതിലധികം നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അധികം ഫ്ലേവറൊന്നും ഇല്ലാത്ത, അധികം സ്പൈസി ഒന്നും അല്ലാത്ത, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബിരിയാണിയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ കുറവോ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. തൈര് നമ്മളൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള തൈരാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റും പുളിയും ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ബീഫ് നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് ബീഫിന്, നല്ല മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കിയിട്ട് കൊടുക്കണം. ഈ മസാലയിൽ കിടന്നിട്ട് ബീഫ് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ആയി പോലെ ആവിക്കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണിത്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് അതിൽ കടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ വറുത്ത് വെച്ച കാരണം നല്ല വിട്ടിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ചായിട്ട് ചോറും ചേർത്തിട്ട് നമുക്കുണ്ട് ദം ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ചോറ് ലെയറായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് വേണം നമ്മൾ ദം ചെയ്യണത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരു ഇതും കൂടാതെ കൊടുക്കാം. കാരണം അതധികം എരിവില്ലാത്തതും പിന്നെ അധികം ഫ്ലേവറൊന്നും ഇല്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. നമ്മൾ ദമ്മിൻ്റെ ശേഷം നമ്മൾ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല കൂടിയിട്ട് അങ്ങോട്ട് വെതറി കൊടുക്കുന്നുണ്ട്. ഇതെന്താണെങ്കിലും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റാണ്. കാരണം നമ്മുടെ ഇത് ദം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗരം മസാലയുടെ ടേസ്റ്റാണ് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ പിസ്തയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ലെയർ ചോറ് വെച്ച് അതങ്ങോട്ട് ലെവലാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പിസ്തയും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിൽ നമ്മൾ കാഷ്യൂം മുന്തിരിയും ഫ്രൈ ചെയ്തതുകൊണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടതാണ്. കാഷ്യൂം മുന്തിരിയും ഫ്രൈ ചെയ്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിസ്ത ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചൊന്ന് കുറവെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് അങ്ങോട്ട് എടുക്കേണ്ട. നമുക്ക് ചോറുണ്ടാക്കുമ്പോൾ ഒരു പാകത്തിന് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് പിസ്ത എടുത്താൽ മതിയാകും, പിസ്ത ഉണ്ടാക്കിയാൽ മതിയാകും. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് പിസ്തയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 1 മണിക്കൂറോളം ദം ചെയ്യാൻ വെക്കണം. ദം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വയ്ക്കുക, അങ്ങനെയാണ്. അത് സിമ്പിളാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതിയാവും. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നല്ല മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറാണ്, അധികം സ്പൈസി ഒന്നുമല്ല. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. അധികം മസാലകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ടെന്ന്. ബീഫാണെങ്കിലും നമ്മുടെ ചോറാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റൈസൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ല സലാഡിൻ്റെ കൂടെ അച്ചാറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബീഫൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ബിരിയാണി വെച്ചിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എന്താണെങ്കിലും ഇഷ്ടമാവും.
ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്യുക.